മുതൽ ഒരു 20-25 ദിവസത്തേക്ക് മാത്രമേ ഉക്രൈൻ ആവശ്യമായ അമ്യൂണീഷൻസ് അവരുടെ സ്റ്റോക്കിൽ ഉണ്ടാവൂ എന്ന് പറയുന്നു. ഇനിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നും യാതൊരു സഹായം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ 25 ദിവസത്തിന് ശേഷം റഷ്യയെ മറികടക്കാൻ ഉക്രൈൻ വളരെയധികം ബുദ്ധിമുട്ടുമെന്നും പറയുന്നുണ്ട്. ഇതിന്റെ മുഴുവൻ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാളി ലുട്സെങ്കോ ഇദ്ദേഹം ഉക്രൈന്റെ മിനിസ്ട്രി ഓഫ് ഇന്റേണൽ ഒഫൻസിന്റെ മുൻ മേധാവിയാണ്. ഇദ്ദേഹം ഉക്രൈന്റെ ഭരണകൂടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ്. ഇദ്ദേഹം ഉക്രൈൻ മാധ്യമത്തിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇദ്ദേഹം മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സെലൻസ്കി ഉക്രൈനെ പുറകോട്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതുവരെ 60,000 മുതൽ ഒരു 70,000 വരെ സൈനികർ മാത്രമാണ് ഉക്രൈന് നഷ്ടമായിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സത്യം അതല്ല. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 ലക്ഷം മുതൽ 5 ലക്ഷം വരെ സൈനികർ, ഉക്രൈൻ സൈനികർ റഷ്യയുടെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷനാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇതിന് പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉക്രൈന്റെ യുദ്ധ രീതി. ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് ആരംഭിക്കുന്നതിന് മുൻപ് വരെ അത്ര വലിയ നഷ്ടമൊന്നും ഉക്രൈൻ ഇല്ലായിരുന്നു. എന്നാൽ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചതിന് ശേഷം അവരുടെ സ്ട്രാറ്റജി ശരിയല്ലാത്തതുകൊണ്ടും റഷ്യയുടെ സ്ട്രാറ്റജി മാറ്റിയതുകൊണ്ടും ഉക്രൈന് കഴിഞ്ഞ ഒരു വർഷത്തിലില്ലാത്തത്രയും നഷ്ടങ്ങൾ പിന്നീട് ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാന കാരണമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ ആക്രമണം കാരണം ഒരു ദിവസത്തിൽ തന്നെ ആയിരക്കണക്കിന് ഉക്രൈൻ സോൾജിയേഴ്സിന് സിവിയറായ ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട്. റഷ്യയുടെ ആക്രമണത്താലും റഷ്യയുടെ ആർട്ടിലറിയിലും കുടുങ്ങി ഉക്രൈൻ സോൾജിയേഴ്സിന് സിവിയറായ ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. അങ്ങനെ സിവിയർ ഇഞ്ചുറീസ് ആയവരിൽ പകുതിയിൽ കൂടുതൽ പേരും അവർ മരണപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിമാസം 20,000 മുതൽ 30,000 സോൾജിയേഴ്സ് ഉക്രൈന് നഷ്ടമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനാവശ്യമായ തെളിവുകളും അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. മാത്രമല്ല, അടുത്തതായി അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്ക നിരവധി സഹായങ്ങൾ ഉക്രൈന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉക്രൈൻ സൈനികർക്ക് മതിയായ ട്രെയിനിങ്, ആവശ്യമുള്ള ട്രെയിനിങ് പ്രോപ്പറായി ലഭിച്ചിട്ടില്ല എന്ന വാദവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു. ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു യുദ്ധം ഒരാഴ്ച, മാക്സിമം പോയാൽ 10 ദിവസമേ ഉണ്ടാവുകയുള്ളൂ. അതിനുള്ളിൽ ഒന്നുകിൽ റഷ്യ മുഴുവനായും ഉക്രൈനെ തിരിച്ചു പിടിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഉക്രൈന്റെ കോണ്ടാക്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഒരു 50 രാജ്യങ്ങളുണ്ടല്ലോ, അവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ ഉക്രൈൻ റഷ്യയെ ഡിഫെൻഡ് ചെയ്യും എന്നതാണ്. ഉക്രൈനും അവരുടെ കോണ്ടാക്ട് ഗ്രൂപ്പ്സ് 50 രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ റഷ്യക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. റഷ്യയെ ഈസിയായി പരാജയപ്പെടുത്താമെന്ന് അവർ കരുതി. മാത്രമല്ല, ഇപ്പോൾ യുദ്ധം ആരംഭിച്ച് ഏകദേശം 23 മാസങ്ങളായി. അടുത്ത മാസവും കൂടി വന്നാൽ ഏകദേശം കറക്റ്റായി 2 വർഷമാകും. ഇതുവരെ അവർ വിചാരിച്ചതുപോലെ റഷ്യയെ വലിയ രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ്. മാത്രമല്ല, റഷ്യക്കെതിരെ പലരും സാമ്പത്തിക ഉപരോധം, നിരവധി രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ ഒറ്റപ്പെടുത്തണമെന്ന് വിചാരിച്ചുവെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെടുത്തണമെന്ന് വിചാരിച്ച രാജ്യങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. അവർക്കുള്ളിൽ തന്നെ അത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാറ്റോ തന്നെ ഇപ്പോൾ ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ഇത്രയും ദിവസങ്ങളായപ്പോൾ ഒന്ന് ആടിയുലയുന്നുണ്ട്. നാറ്റോയിൽ തുർക്കി ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടാക്കുന്നു. യൂറോപ്പ് യൂണിയനിൽ ഹംഗേരി ഒരു ഭാഗത്ത് ഉക്രൈന് സഹായം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് ഒരു ഭാഗത്തു നിന്നും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, സെലൻസ്കിക്കെതിരെ ഉക്രൈനിലെ ജനങ്ങൾ തന്നെ നിരത്തിലിറങ്ങി പോരാടാൻ ആരംഭിച്ചിരിക്കുകയാണ്. ദയവായി റഷ്യയുമായി സമാധാന ചർച്ച നടത്തൂ, എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അതിർത്തിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചിലർ മരണപ്പെട്ടു. ഇനിയും നിങ്ങളുടെ ഈഗോ കാരണം ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ്. മാത്രമല്ല, നിങ്ങൾ അമേരിക്കയോട് സഹായം ചോദിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ റഷ്യയുമായി ചർച്ച നടത്താൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളും ഉക്രൈൻ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക തന്നെ ഉക്രൈന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായം കുറച്ചായി കുറച്ചുകൊണ്ട് വരുന്നത് നമ്മൾ പല അപ്ഡേറ്റുകളിലായി കണ്ടതാണ്. ഈ 155mm ആർട്ടിലറി ഷെൽസ് ഒക്കെ ഉക്രൈന് വളരെ ആവശ്യമുള്ളതാണ്. റഷ്യക്ക് സിവിയറായ ഡാമേജ് ഉണ്ടാക്കാൻ അതിന് പറ്റും. ഈ 155mm ആർട്ടിലറി ഷെൽസ് ഒക്കെ അമേരിക്ക ഉക്രൈന് കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നതിൽ 30% ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മാത്രമല്ല, ഉക്രൈന് കൊടുക്കേണ്ട സഹായങ്ങളെല്ലാം ഡൈവേർട്ടായി ഇപ്പോൾ ഇസ്രയേലിലേക്ക് പോകുന്നു എന്നൊരു വാദവും വന്നിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് 75 ബില്യൺ അമേരിക്കൻ ഡോളർ അമേരിക്ക ഉക്രൈന് പണമായി കൊടുത്ത് സഹായിച്ചു. അതിനുശേഷം അമേരിക്ക ഉക്രൈന് പണം കൊടുക്കാൻ കുറച്ച് ആലോചിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഉക്രൈനിലെ അഴിമതി. ഉക്രൈനിലെ അഴിമതി കാരണം അവിടെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താലും അത് ഫ്രണ്ട് ലൈൻ വരെ എത്തുന്നില്ല എന്നതാണ്.
ഇനി അഥവാ ഒരു പുതിയ ആയുധം ഉക്രൈന് കൊടുത്തു കഴിഞ്ഞാലും അത് ഫ്രണ്ട് ലൈനിൽ എത്തിയാൽ മാത്രമേ പ്രോപ്പറായി റഷ്യക്കെതിരെ പോരാടാൻ സാധിക്കുകയുള്ളൂ. ഈ ആയുധങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിലും അഴിമതി നടക്കുന്നത് കൊണ്ട് ഫ്രണ്ട് ലൈനിലുള്ള സൈനികർക്ക് മതിയായ സപ്ലൈസ് ഒന്നും ലഭിക്കാതെ അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളും സെലൻസ്കിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഉക്രൈനെതിരെ അമേരിക്കയിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയും ഒരു 60 ബില്യൺ അമേരിക്കൻ ഡോളർ കൂടി ഉക്രൈന് വരേണ്ടതായിരുന്നു. പക്ഷെ അമേരിക്കൻ കോൺഗ്രസ് സഭ അത് ബ്ലോക്ക് ചെയ്തു. ഉക്രൈനിൽ അഴിമതി നടക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും നമ്മളുടെ പണം അവിടെ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ഉപയോഗവും വരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സഹായം ചെയ്താലും 2 തവണ ചെക്ക് ചെയ്ത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ വളരെ കുറഞ്ഞ രീതിയിലാണ് അമേരിക്കയുടെ സഹായം ഉക്രൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, 50 ബില്യൺ വാല്യൂവിലുള്ള സഹായങ്ങൾ ഉക്രൈനിൽ എത്തിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ തീരുമാനമെടുത്തിരുന്നു. ഇതിന് പ്രധാനമായി എതിർപ്പറിയിച്ചത് ഹംഗേരിയാണ്. ഹംഗേരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിരവധി അഴിമതിയൊക്കെയും ഉക്രൈനിൽ നടക്കുന്നത് കൊണ്ട് ഇതുവരെ നമ്മൾ കൊടുത്ത് സഹായിച്ച പണത്തിന്റെ കണക്ക് കാണിച്ചതിന് ശേഷം മാത്രം വീണ്ടും സഹായിച്ചാൽ മതിയെന്ന് അവരുടെ എതിർപ്പ് അവർ യൂറോപ്യൻ യൂണിയനിൽ അറിയിച്ചു. ഇവിടെ റഷ്യയും പിന്നിലിരുന്ന് കളിക്കുന്നു എന്ന് പറയാം. ഹംഗേരി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ അംഗമാണ്. പക്ഷെ അതേസമയം റഷ്യക്ക് അനുകൂലമായി നിൽക്കുന്ന റഷ്യയുടെ സുഹൃത്ത് രാജ്യം കൂടിയാണ് ഹംഗേരി. റഷ്യയും വെറുതെ ഇരിക്കുന്നില്ല. അവർക്കെതിരെ എന്ത് തന്നെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവരുടെ മിലിറ്ററി റെഡിനെസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ എക്കണോമി ആയിക്കോട്ടെ, ഇതെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യക്ക് അനുകൂലമായും കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ, അവരുമായി സമ്പർക്കത്തിലായി അവരുമായും ബിസിനസ് ചെയ്ത് ഒരു ഭാഗത്ത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. 40% മിലിറ്ററി റെഡിനെസ്, റഷ്യയുടെ മിലിറ്ററി റെഡിനെസ് ഇപ്പോൾ 48% ഉയർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു വർഷത്തിൽ തന്നെ 2 ലക്ഷം സൈനികരെ ആംഡ് ഫോഴ്സിന് വേണ്ടി അവർ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അധികമാക്കാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. ഒരു ഭാഗത്ത് തീവ്രമായ ആക്രമണം റഷ്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഉക്രൈന്റെ സൈനികർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ്, അതായത് ഫെയിൽഡ് കൗണ്ടർ ഒഫൻസീവ്. നമ്മൾ തന്നെ പല അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് പരാജയമാണെന്ന്. എന്നാൽ ഇതുവരെ ഉക്രൈൻ അത് സമ്മതിച്ചിട്ടില്ല. ഉക്രൈന് പ്രോപ്പറായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സൈനികർ മരണപ്പെടില്ലായിരുന്നു. 5 ലക്ഷം എന്ന കണക്ക് ഒരു 3 ലക്ഷം, 2.5 ലക്ഷം എന്ന രീതിയിലെങ്കിലും കുറഞ്ഞേനെ. പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ, പ്രോപ്പർ സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് ചെയ്തതുകൊണ്ട് ഇത്രയും സംഭവിച്ചു എന്ന് പറയുന്നു. റഷ്യയും യുദ്ധം ആരംഭിച്ച സമയത്ത് പ്രോപ്പർ സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നില്ല. മതിയായ പ്ലാനിംഗ് ഇല്ലായിരുന്നു. അവരുടെ ഫ്ലൈറ്റ് ഒക്കെ ലോ ആൾട്ടിറ്റ്യൂഡിൽ കൊണ്ടുവന്ന് നിരവധി സോൾജേഴ്സിനെ ഒരേ സമയത്ത് തന്നെ ഒരേ ഭാഗത്തോട്ട് അയച്ച് ഇങ്ങനെ നിരവധി മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ സ്ട്രാറ്റജി അവർ മാറ്റി. എന്നാൽ ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് എങ്ങനെയായിരുന്നു? അമേരിക്കയുടെ ആയുധങ്ങളെ വിശ്വസിച്ച് അവർ അതേ രീതിയിൽ അങ്ങ് ഫോളോ ചെയ്തു. അപ്പോൾ തന്നെ ഉക്രൈന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രാഡ്ലി ഇൻഫാൻട്രി വെഹിക്കിൾ ആയിക്കോട്ടെ, ടാങ്കുകൾ ആയിക്കോട്ടെ, എല്ലാം റഷ്യ തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് അവരുടെ ആയുധങ്ങൾ, അവരുടെ സൈനികർ വരെ അവർക്ക് നഷ്ടമായത്. ഉക്രൈന്റെ ആയുധങ്ങളും പോയി, ഉക്രൈന്റെ സൈനികരും ഇല്ലാതായി. ഇങ്ങനെ നോക്കുമ്പോൾ ഉക്രൈന് വളരെ വലിയൊരു നഷ്ടമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. റഷ്യക്ക് ഇതുവരെ നഷ്ടമായിരിക്കുന്ന സൈനികരുടെ എണ്ണമായി അവർ പറയുന്നത് 1 ലക്ഷം മുതൽ 1,20,000 സൈനികരാണ്. റഷ്യക്കും നഷ്ടങ്ങളുണ്ട്. പക്ഷേ ഉക്രൈനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിലാണ് റഷ്യക്ക് നഷ്ടമുണ്ടായിരിക്കുന്നത്. റഷ്യ വെറൈറ്റി ഓഫ് വെപ്പൺസ് ആണ് ഉക്രൈനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായും റഷ്യ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ആയുധങ്ങൾ, എത്രത്തോളം വ്യത്യസ്തമായ ആയുധങ്ങൾ റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിക്കുന്നു എന്നതല്ല ഇവിടെ പ്രധാന കാര്യം. അവർ സെലക്ട് ചെയ്യുന്ന ടാർഗറ്റ് ആണ്. മുമ്പ് റഷ്യ ടാർഗറ്റ് ചെയ്തിരുന്നത് കമാൻഡർ ഓഫീസും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റും ആണെങ്കിൽ ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഉക്രൈന്റെ സ്റ്റോറേജ് ഗുഡൌൺസ്. സ്ഫോടക വസ്തുക്കൾ എവിടെയാണോ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അത് കണ്ടുപിടിച്ച് പിൻ പോയിന്റ് ആക്യുറസിയോടെ ആക്രമിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത് വെച്ച് കണക്കാക്കുമ്പോൾ ഡിസംബർ മാസം 29-ാം തീയതി മുതൽ ജനുവരി മാസം 8-ാം തീയതി വരെ റഷ്യയുടെ ആക്രമണത്തിൽ ഇരയായത് ഉക്രൈന്റെ 70 മുതൽ 75% വെപ്പൺ ഗുഡൌൺസ് ആണ്. ഇത് വലിയ രീതിയിൽ ഇമ്പാക്ട് ആകാൻ പോകുന്നത് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴാണ്. ഏകദേശം ജനുവരി മാസം 20-25 ഒക്കെ കഴിയുമ്പോൾ ഉക്രൈന് ഉപയോഗിക്കാനായുള്ള മതിയായ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ളവയെങ്കിലും റഷ്യയുടെ മിസൈലിൽ നിന്നും സംരക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു മാസമെങ്കിലും മുഴുവനായും ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ റഷ്യയെ എതിർക്കാൻ യാതൊരു ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒന്നും തന്നെ ഉക്രൈന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഇനിയും ഈ യുദ്ധം എത്ര നാൾ നീണ്ടുപോകുമെന്നറിയില്ല. ഉക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് റഷ്യ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഗുഡൌൺസും അതുപോലെ തന്നെ അവരുടെ എക്സ്പ്ലോസീവ് എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് അത് ടാർഗറ്റായി എടുത്തിരിക്കുന്നത്. നോക്കാം ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.